ഇന്ത്യൻ അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റ് ഡോക്ടർ ഇ പി ജോൺസനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അതില്യയുടെ ബോഡിയൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ആളാണ് അദ്ദേഹത്തോട് ഈ വിവരത്തെപ്പറ്റി ഒന്ന് ചോദിക്കാനാണ് ഇരിക്കുന്നത്. സാർ, എന്താണ് ഇവിടെ കൊണ്ടുവരാനുള്ള ഒത്തിരി പരിശ്രമം അങ്ങ് നടത്തിയെന്ന് പറയുന്നത്? ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ഇതിനകത്ത് നമ്മൾ സ്വല്പം ഡിലേ വരാൻ കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന വ്യക്തി, ഞാൻ നേരത്തെ ഒരു വാക്കുപയോഗിച്ചൊരു നരാധമൻ എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഈ കുഞ്ഞിനെ, നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്, മരുമക്കളുണ്ട്, സഹോദരിമാരുണ്ട്. ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുക. കഴിഞ്ഞ വട്ടം വിവഞ്ചികയായിരുന്നു, ഇപ്പോൾ അതുല്യയായി, അബുദാബിയിൽ വേറെ ഡോക്ടർ. ഇതിങ്ങനെ ഒരു ആത്മഹത്യയുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ, എല്ലാവർക്കും അത്താണിയായിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ അസോസിയേഷൻ. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ എന്ന് പറയുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരിതിനെ മുൻകൈയിട്ടിറങ്ങുകയും അതിൻ്റെ വ്യക്തമായ ഫോറൻസിക്കിൽ നിന്നുള്ള റിപ്പോർട്ട് ഭംഗിയായി കിട്ടത്തക്ക രീതിയിൽ അതിന് എന്താണ് സംഭവിച്ചത്, ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ അത് കൊലപാതകമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം കാത്തിരുന്നുകൊണ്ടാണ് ഈ ഡിലേ വന്നത്. അത് ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വന്നു, അത് ആത്മഹത്യയാണ് എന്ന് വ്യക്തമായിട്ട് എഴുതി. എന്നാൽ പോലും നമ്മൾക്ക് ഇവിടെ ഈ വ്യക്തിക്ക് ഈ പറയുന്ന ഇവരുടെ ഭർത്താവെന്ന് വിശേഷിക്കപ്പെട്ട ആ നരാധമന് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കണമെന്ന് ഈ നാട്ടുകാരും അവിടുത്തെ മലയാളി സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചതിൻ്റെ പേരിൽ റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഇവിടെ ആഗ്രഹിച്ചു. അത് നടത്തപ്പെട്ടു. ഇപ്പോൾ ശവദാഹം നടന്നിരിക്കുകയാണ്. നമുക്ക് ഇനി ചെയ്യുവാനുള്ളതെന്ന് വെച്ചാൽ, ഇനി ഒരാൾക്കും, ഒരു സഹോദരിമാർക്കും, ഒരു പെൺമക്കൾക്കും ഇതുപോലൊരു ദുരന്തമുണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിൽ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശക്തമായ ശിക്ഷ, കാരണം നമ്മുടെ പ്രൂഫുണ്ട്, വ്യക്തമായ പ്രൂഫ് നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ്. അയാൾ എന്തെല്ലാം രീതിയിൽ ആക്രമിച്ചു, ഈ കുഞ്ഞിനെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു. 30 വയസ്സെന്ന് പറഞ്ഞാൽ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോളുടെ പ്രായത്തേക്കാൾ കുറവാണെന്ന് ഞാൻ പറയണം. അപ്പം ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ കൊച്ചുമോളെ ഇന്ന് ഞാൻ എൻ്റെ അടുത്തിരുത്തി താലോലിച്ചിട്ടാണ് ഞാൻ. അവൾക്കും ഉണ്ട് 9 വയസ്സ്, ഈ കുട്ടിക്ക് 10 വയസ്സാണെന്ന് തന്നെ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട നമ്മുടെയൊക്കെ ചങ്കുതാരുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന അതുല്യയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടാകാം. അതൊക്കെ സഫലീകരിക്കാൻ നമ്മളെല്ലാവരും ആ കുടുംബത്തോടൊപ്പം നിൽക്കണം. അതുപോലെ തന്നെ ഈ മകളുടെ മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ കൈത്താങ്ങൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മോളോട് പറഞ്ഞ മോളെ, ഞങ്ങൾ ഇനിയും വരാം, കാണാം എന്ന് ഞാൻ പറയേണ്ടായി. പക്ഷേ എല്ലാവരുടെ കൂടെ നിന്നാൽ ഈ പറയുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ ഇനിമേലൊരാൾക്ക് ഇത് ആവർത്തിക്കാതിരിക്കാൻ. അതുപോലെ മറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളെല്ലാവരും ഒരുപോലെ നിൽക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇന്നലെ അവസാനം ടിക്കറ്റ് ബുക്ക് ചെയ്തു, എല്ലാം പറഞ്ഞു 10:20 എയർ അറേബ്യയ്ക്ക് വരുന്നു, വെളുപ്പാങ്കാലത്ത് ഇവിടെ എത്തും എന്നെല്ലാം പറഞ്ഞ് നമുക്ക് കൺഫർമേഷൻ തരും. ഞാനിത് നിരന്തരമായിട്ട് ഇവിടെ ഈ ശ്രീജിത്ത് ഒക്കെ ഉൾപ്പെടെയായിട്ട്, അല്ലെങ്കിൽ റിയാസ് ഖാന്, വിഷ്ണു ഒക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് മെസ്സേജ് വരുന്നു, ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ആ അപ്രൂവൽ ഒരു ഡെഡ് ബോഡി, സാധനം അയക്കുന്നതല്ലല്ലോ, ഒരു മൃതശരീരം അയക്കുന്ന ആ ഒരു ബോഡിക്ക് അവർ അപ്രൂവൽ കൊടുത്ത് ഞങ്ങളിതെല്ലാം ചെയ്തുകൊള്ളാമെന്നുള്ള ഒരു അംഗീകാരം കൊടുത്തെങ്കിൽ മാത്രമേ അവിടുന്ന് എയർ അറേബ്യയ്ക്ക് അല്ലെങ്കിൽ ഷാർജ എയർപോർട്ടിന് ഇങ്ങോട്ട് കയറ്റിവിടാൻ പറ്റുള്ളൂ. ഫൈനലി വന്നപ്പോൾ അതില്ല എന്ന് പറയുകയും അതോടൊപ്പം പെട്ടെന്ന് നമ്മുടെ MP ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സാറിനെ വിളിക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുകയും അവിടുന്ന് എനിക്ക് മെസ്സേജ് കിട്ടുകയും ചെയ്തു. അത് ഞാൻ ഷാർജയ്ക്ക് അറിയിച്ചു. അവർക്കത് കൺഫർമേഷൻ കിട്ടുകയും പെട്ടെന്ന് വിടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ആംബുലൻസിൻ്റെ അറേഞ്ച്മെൻറ്റിന് സാമ്പത്തികമായി എല്ലാവർക്കും ഞെരുക്കങ്ങളുണ്ടാകാം. അങ്ങനെ വന്നപ്പോൾ നോർക്കയായിട്ട് ബന്ധപ്പെടാൻ ലാസ്റ്റ് സെക്കൻഡാണ്, എൻ്റെ ഒരു 7:30 മണിയോടുകൂടിയാണ് ഞാൻ എൻ്റെ CEO മിസ്റ്റർ അജിത്തിനെ വിളിക്കുന്നത്, അജിത് കോളാശ്ശേരി. അദ്ദേഹം ഒരു മീറ്റിങ്ങിലായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നടക്കാത്തൊരു കാര്യത്തിനാണ് ഞാൻ വിളിക്കുന്നത് മിസ്റ്റർ അജിത്ത്. സാറേ, കാര്യം പ്രശ്നമൊന്നുമില്ല, ഞാനിത് അരമണിക്കൂർ കൊണ്ട് ഇതിന് കൺഫർമേഷൻ. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒരാളും മാറി നിൽക്കാതെ ഒറ്റക്കെട്ടായിട്ട് കേരള സമൂഹം ഒന്നടങ്കം നമ്മുടെ കൂടെ നിന്നപ്പോൾ ഇന്ന് ആ ബോഡി വെളുപ്പങ്കാലത്ത് ഇവിടെ എത്തുകയും ഇപ്പോൾ ആ മൃതശരീരം ശവദാഹം നടത്തുകയും ചെയ്യുകയുണ്ടായി. വേറെ എന്താണ് ഞാൻ പറയുന്നത്? ദൈവം അനുഗ്രഹിച്ചു ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ സാധാരണ പറയുമല്ലോ, മരണം കോമാളിയെ പോലെ വന്നു ചേരുമെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണിത്. പക്ഷേ എങ്കിലും എൻ്റെ ഒരാശങ്ക ഞാൻ ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിത് തടയാൻ സാധിക്കത്തില്ലായിരുന്നോ? ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്ന ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും അവിടെ ഈ ഒരു അവെയർനെസ് ക്ലാസ് നടത്താൻ. പക്ഷേ എത്ര അവെയർനെസ് ക്ലാസ് നടത്തിയാലും ഒരാൾ മദ്യപിക്കരുതെന്ന് നമുക്ക് 1000 വട്ടം ഉപദേശിക്കാം. പക്ഷേ അയാൾ തീരുമാനിക്കണം ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരങ്ങൾ എന്ത് പ്രശ്നം വന്നാലും മാതാപിതാക്കളോടെ, സുഹൃത്തുക്കളോടെ, സഹോദരങ്ങളോടെ ഷെയർ ചെയ്തുകൊണ്ട്
ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾക്ക് ഒരു മാനസികമായ ആ സമ്മർദ്ദത്തിന് പിരിമുറുക്കത്തിന് അയവ് വരുത്തുകയും ഇതിൽ നിന്നൊക്കെ പിന്നോട്ട് മാറാൻ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ചെറിയ കാറ്റിൻ്റെ ഒരു ചലനമേറ്റാൽ മതി ആ ആത്മഹത്യയിൽ നിന്ന് പിന്മാറും. അങ്ങനെ ഒരു ചെറിയ കാറ്റിൻ്റെ ഒരു സ്പർശനം, സ്നേഹസ്പർശം, ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ തലോടൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആത്മഹത്യയിൽ നിന്നൊക്കെ മാറും എന്നുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ ചെറിയ ചെറിയ രീതിയിൽ വിരൽ കരാനേക്കാൻ സാധിക്കും, അവരെയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ഏത് പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, നമുക്ക് അതിനെല്ലാം മാർഗ്ഗങ്ങളുണ്ടാവും എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കത് ഫൈനലായിട്ട് തരാനുള്ളത്. ഷാർജയിലെ നിയമവും ഇന്ത്യയിൽ നിയമവും ഷാർജയിൽ ഇത് നടന്നത് ഷാർജയിലായതുകൊണ്ട് ഇന്ത്യയിൽ ഇതിന് നിയമപരമായിട്ട് നമുക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ല, അതിനകത്ത് പറയാൻ ഷാർജയിലെ ഒരു ആത്മഹത്യക്ക് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ ഈ വ്യക്തിയെ അവിടെ ബിഹൈൻഡ് ദ ബാർ ആക്കും, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും, അയാൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കും. അതാണ് പ്രേരണ കുറ്റം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇയാൾ ഇന്നിപ്പോൾ അറസ്റ്റിലായ, കാരണം ഇത്രയും പീഡനവുമില്ല, ഇത്രയും തെളിവുകൾ കൊടുത്തപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അതേസമയം അത് വെച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. ആ റീപോസ്റ്റ്മോർട്ടത്തിൽ ഈ കുട്ടിക്ക് ദേഹോദ്രവം നേരത്തെ കൂട്ടി തന്നെ ഏറ്റിട്ടുണ്ട് എന്ന് വ്യക്തമായി, അതിന് തെളിവുകൾ മുഴുവൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ആളിവിടെ വരുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാനും തക്കതായ ശിക്ഷ നടപടി കൊടുക്കാനും ഇന്ത്യൻ പീനൽ കോഡിൽ അതിന് വകുപ്പുകളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ബലം കൊടുക്കും. കാരണം പക്ഷെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ അയാളുടെ നാടക അഭിനയമാണ് ഏറ്റവും. ഓസ്കാർ അവാർഡ് ഇയാൾക്ക് കൊടുക്കേണ്ടായിരിക്കും. ഇതിന് ശേഷം എൻ്റെ കുഞ്ഞിന് എന്തിന് ചെയ്തു, എൻ്റെ കുഞ്ഞിൻ്റെ മുൻപ് മടങ്ങിയിരുന്നു, വേറെ ആരോ വന്ന് കൊലപാതകം നടത്തിയപോലെ അദ്ദേഹത്തിൻ്റെ. ഞാനിത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്, എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. ഷാർജയിലുണ്ടായിരുന്ന എത്രയോ വർഷം, 45 വർഷം ഷാർജയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ഇയാളെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ അയാളുടെ അഭിനയം കാണുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും പാടില്ല എന്നുള്ളത്. സംഭവിച്ചു. പക്ഷേ സാധാരണ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ കുഴപ്പം ഞാൻ പറയുകയാണ്, ഞാനൊരു മലയാളിയാണെങ്കിൽ കൂടിയും പറയാം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ സംഭവിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നമ്മളിതെല്ലാം മറന്നിട്ട് പോട്ടെ, മരിച്ചവർ മരിച്ചു എന്ന് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ കിടന്ന് കഷ്ടപ്പെടരുത്. അല്ല, അങ്ങനെയല്ല. അതാണ് നമുക്ക് ഏറ്റവും പാളിച്ചകൾ പറ്റുന്നത്. അന്നേരം എന്ത് പറ്റി, അടുത്ത ആളിനും ഇത് തന്നെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് ഇതിൻ്റെ മുന്നോട്ട് പോകണം. അതല്ല, അയാൾ നിരപരാധിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാം, വാഴ്ത്തപ്പെടാം, ഒന്നും പ്രശ്നമില്ല. പക്ഷേ അതല്ല, ശിക്ഷണ നടപടി കൊടുക്കേണ്ടതാണ്, കൊടുത്ത് തന്നെ തീരണം. ഇത് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അടിക്കടി ഇങ്ങനെ ഒത്തിരി ദുരൂഹമരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് 10-30 വയസ്സുള്ള പെൺകുട്ടികൾ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഞാനത് നോക്കിക്കാണുന്നത് പലപ്പോഴും ഈ പരസ്പരമായ ഒരു ധാരണയില്ലായ്മ. ഇന്നത്തെ കാലം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഫാസ്റ്റ് ഫുഡ് യുഗത്തിൻ്റെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ അനുശോചനം ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നിസാർ തലങ്ങര ആവശ്യപ്പെട്ടതനുസരിച്ച് മാനേജിംഗ് കമ്മിറ്റിയുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും ആദരാഞ്ജലിയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്താവശ്യങ്ങൾ ഈ കുടുംബത്തിനുണ്ടെങ്കിലും ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് അത് എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.